അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനുമായ സർവേശ്വര, ഭാഗിതയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യത്തിന് യോഗ്യമായ പീഡയാത്മൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നരച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ആ അമ്മയുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശിംശയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നള്ളണമേ. ആമേൻ. എത്രയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ നിന്ന് നിന്റെ സഹായം കേട്ടിട്ടില്ല. ഓർക്കണമേ. കനികളുടെ രാജ്ഞിയെ ദയുള്ള മാതാവേ, വിശ്വാസത്തിൽ ശരണപ്പെട്ട് നിന്റെ ദുർപാതകളിൽ ഞാൻ അറിയുന്നു. വിലപിച്ച കണകൾ ചിന്തി ഭാവിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയ കുടുംബാംഗങ്ങളും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ പറഞ്ഞു പറയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കും. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനം പകർന്നു നൽകുവിൻ, വിശിഹാദൻ സാക്ഷിയാകുവിൻ. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വചനവിത്തുകൾ പാകി ഞങ്ങൾ ജീവിത സാക്ഷ്യമേകിയെന്നും ഘോഷിച്ചിടും ഭൂവിലെങ്ങും തിരുനാമം യേശുനാമം. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വയലുകളേറെ, വിളവുകളേറെ, വേലക്കാരെ അണിനിരക്കുവിൻ. വിളവിനു കാലമായി, കൊയ്ത്തിനു നേരമായി, ഉണരൂ സഭയുടെ അതിപ്രിയ സുതരെ. വിളവിനു കാലമായി, കൊയ്ത്തിനു നേരമായി, ഉണരൂ സഭയുടെ അതിപ്രിയ സുതരെ. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, പാരിതിൽ പ്രകാശിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമന്യേ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം.
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുനാഥനിലൂടെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം ഞങ്ങളുടെ കടമയാണെന്ന ബോധ്യത്തോടെ വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കി തരണമേ. കാരുണ്യവാനായ ദൈവമേ, ലോക സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി മിസിയോ ടീം നയിക്കുന്ന 15ാം ബാച്ചിലെ ഇന്നത്തെ സെഷനിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന ഏവരെയും അങ്ങയുടെ ചൈതന്യവും കൃപയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. പരിശുദ്ധനായ ദൈവമേ, മിസിയോ ടീമിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിവന്ദ്യമാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു നാഥ. ജീവിതം തന്നെ സുവിശേഷമായും സുവിശേഷമേകിയും ഞങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കുന്ന ആലീസ് ആന്റിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തിയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ആയതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ മെൻഡർമാരെയും ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. നാഥ, ഇന്നത്തെ സെഷനിലെ സുഗമമാക്കാൻ കാലാവസ്ഥയെ അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ നാഥ. നെറ്റ്വർക്കിന്റെ എല്ലാ പ്രോബ്ലങ്ങളും ക്ലിയർ ആക്കി തരണമേ നാഥ. യേശുനാഥ, ഇന്നത്തെ സെഷനിൽ ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ കടമ എന്താണെന്ന് തിരിച്ചറിയാൻ തക്കവിധം ഇന്ന് ഞങ്ങളോട് വചനം പ്രഘോഷിക്കുന്ന ലിറ്റിൽ ഫ്ലവർ ചേച്ചിയെയും സാക്ഷി നൽകുന്ന ഫ്രാൻസിസ് ചേട്ടനെയും സ്ലൈഡ് പ്രസന്റേഷൻ നിയന്ത്രിക്കുന്ന തോമസ് ചേട്ടനെയും സമർപ്പിക്കുന്നു. ഏവരെയും പരിശുദ്ധാത്മ നിറവില്ലായിരുന്നു കൊണ്ട് ഞങ്ങളോട് സംസാരിക്കുവാനും സുവിശേഷ പ്രഘോഷണം എന്റെ കടമയാണ് എന്ന് അത് ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാനും പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. സർവേശ്വര, ഇന്നത്തെ സെഷനിൽ ജപമാല സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചാരെ നിർത്തിയ ജോൺ ചേട്ടനെയും ചേച്ചിയെയും അമ്മച്ചിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷനിൽ MCI ശുശ്രൂഷ ചെയ്യുന്ന ഡീന സഹോദരിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ ഇന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥനയും ആശീർവാദവും മെസ്സേജും ചെയ്ത് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡിറ്റോ അച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. സ്നേഹപിതാവെ, ഇന്നത്തെ കൂട്ടായ്മയിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ എന്നെയും തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു നാഥ. എന്നെയും കുടുംബത്തെയും അങ്ങയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉപകരണമാക്കി ഞങ്ങളെ മാറ്റണമേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. വിശ്വസ പിതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സഭയുടെ ഏക ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണമെന്ന് നമുക്കറിയാം. സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന മിസിയോ പ്രിലിംസിന്റെ 15ാം ബാച്ചിന്റെ 9ാം സെഷനിലേക്ക് നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മെ ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം നേടാൻ സഹായിച്ച ജോൺ തോമസ് ചേട്ടനെയും കുടുംബത്തെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. പ്രാർത്ഥനയാലും മനോഹരമായ ഗാനത്താലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കി തന്ന രജിത് ചേട്ടനെ നന്ദി പറയുന്നു. ആദ്യമായി നമ്മുടെ മിസിയോ കുടുംബത്തിന്റെ ആത്മീയ പിതാവും രക്ഷാധികാരിയും ഷിക്കാഗോ രൂപതയുടെ പിതാവുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ മാത്യു പുതിയ അച്ഛനെയും ഏറെ സ്നേഹബഹുമാനത്തോടെ ഈ ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസിയോ ടീമിന്റെ എല്ലാമായ നമ്മെ എല്ലാവരെയും ദൈവത്തോടൊപ്പമായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആലിസ് കുട്ടി ചേച്ചിയെയും ചേച്ചിയോടൊപ്പം തന്നെ മിസിയോ ടീമിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന റിസോഴ്സ് മെമ്പേഴ്സിനെയും ലോകത്തിലെ പല ഭാഗങ്ങളിലെയും ഗ്രൂപ്പുകളെ നയിക്കുന്ന മെന്റേഴ്സിനെയും ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കാൻ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് താല്പര്യപൂർവ്വം ഈ ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി നമ്മൾ 6 നിത്യസത്യങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. നമ്മെ യാതൊരു വ്യവസ്ഥകളും പരിഗണിക്കാതെയും അനന്തമായി സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടി.
നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് യേശു മാത്രമാണ് ഏക രക്ഷകൻ എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൂട്ടായ്മയുടെ ചൈതന്യത്തിൽ നാം ഇന്ന് എത്തി നിൽക്കുകയാണ്. ഇന്ന് 7ാമത്തെ നിത്യസത്യമായ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം എങ്ങനെ നിർവഹിക്കാമെന്ന് നമുക്ക് പറഞ്ഞു തരാനായി പ്രൊക്ലമേഷനുമായി ലിറ്റിൽ ഫ്ലവർ ചേച്ചിയെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണ് അൺമ്യൂട്ട് ചെയ്ത് പറയട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:15 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എൻ്റെ സഹോദരരെ, ഇത് നമുക്ക് ഓരോരുത്തർക്കും യേശുവിന്റെ കൽപ്പനയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രഥമവും പ്രധാനവുമായ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത്. ഈ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്ത് യേശുവിന്റെ ശിഷ്യഗണത്തിൽ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ഇതിനായി നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണമെന്ന് നാം ഗാഢമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു: ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനം നടത്തുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് അവിടുന്ന് തന്ന ഈ വാഗ്ദാനമാണ് നമ്മളെ പ്രഘോഷണം ചെയ്യാൻ നമ്മളെ പ്രചോദനമായിരിക്കുന്നത്. മാമോദീസ വഴിയും വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്താലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച നാം ഓരോരുത്തരും ഈ ദൗത്യം ഏറ്റെടുക്കണം. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കും എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് അരുളി ചെയ്തതിനെ വിശ്വസിച്ച് സുവിശേഷ പ്രഘോഷണം നമ്മുടെ ഏക ദൗത്യമായി നമ്മൾ കരുതി സുവിശേഷ പ്രഘോഷകരാകാം. ആദ്യത്തെ സുവിശേഷ പ്രഘോഷകൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 17 നാം കാണുന്നു വാക്യങ്ങളിൽ നാം അവിടുത്തെ സുവിശേഷ ദൗത്യം ആരംഭിക്കുന്നതായി കാണാം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കൊണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്ന അവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തിയും സിനഗോഗുകളിൽ പഠിപ്പിച്ചും പിശാചുബാധിതർ, തളർവാദ രോഗികൾ, അപസ്മാര രോഗികൾ എന്നിവരെ അവന്റെ അടുത്ത് കൊണ്ടുവന്നവരെല്ലാം സുഖപ്പെടുത്തിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ഉപമകളിലൂടെ പഠിപ്പിച്ചും യേശു തന്റെ പ്രേക്ഷിത ദൗത്യം തുടർന്നു. കിണറിന്റെ കരയിൽ യേശുവിനെ കണ്ടുമുട്ടിയ നമ്മുടെ സമരിയക്കാരി യേശുവിന്റെ വാക്കുകൾ ശ്രവിച്ച് സുവിശേഷ പ്രഘോഷകയായി മാറുകയാണ് ചെയ്തത്. പിന്നീട് സാവൂൾ എങ്ങനെ പൗലോസായി മാനസാന്തരപ്പെട്ടു? അത് പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ യേശുവിന്റെ അപ്പസ്തോലനായി മാറി പിന്നീട് വിജാതിയരുടെ അപ്പസ്തോലനായി അറിയപ്പെട്ടു. യേശു തിരഞ്ഞെടുപ്പെട്ട എല്ലാ ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ചലനാത്മകത ഓരോ പ്രഘോഷങ്ങളിലും പ്രകടമാകണം. അങ്ങനെ ക്രൈസ്തവ ജീവിതത്തിന്റെ പരിപൂർണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് 4 വിധത്തിലാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. ആയിത്തീരാനുള്ള ചൈതന്യം, ആയിരിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു, അതിജീവിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നു, പങ്കുവെച്ചാനുള്ള കഴിവ് നമുക്ക് നൽകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ദൈവസ്നേഹം പങ്കുവെച്ച്
സ്വയം വളരുകയും ചുറ്റുള്ളവരെ വളർത്തുകയും ചെയ്യാം. അപ്പസ്തോല പ്രവർത്തനം 2:42 പറയുന്നു, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായി തീരുകയും അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഈ കൂട്ടായ്മയിൽ മാത്രമേ എൻ്റെ സഹോദരരെ നമുക്ക് മറ്റുള്ളവരെ വളർത്താൻ സാധിക്കൂ. നമ്മുടെ ഈ കൂട്ടായ്മ മറ്റുള്ളവർക്ക് പ്രചോദനമാകണം. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പ്രചോദിതരാകണം. അപ്പോൾ നാം പറയുന്നതെല്ലാം അവർക്ക് വിശ്വാസയോഗ്യമായി തീരും. നമ്മുടെ കുടുംബത്തിലാകാം ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. അപ്പസ്തോല പ്രവർത്തനം 1:8 യേശു നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇതിൽ നിന്ന് നാം അർത്ഥമാക്കേണ്ടത് ഇതാണ്: ആദ്യം നമ്മുടെ കുടുംബത്തിലും, പിന്നീട് നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിലും, പിന്നീട് നമ്മുടെ പരിസര പ്രദേശങ്ങളിലും, വിദൂര സ്ഥലങ്ങളിലും, വിജാതരുടെയിലും, ബാക്കി എല്ലായിടത്തും അങ്ങനെ സുവിശേഷമാവുകയും സുവിശേഷമേവുകയും ചെയ്യാം. ഫ്രാൻസിസ് പാപ്പായുടെ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന ലേഖനത്തിലൂടെ വാക്കുകളിലൂടെ പാപ്പ നമ്മളോട് എന്താണ് ഉദ്ബോധിപ്പിക്കുന്നതെന്ന് പരിശോധിക്കാം. അവനവനെ കീറി മുറിക്കുന്ന വചനങ്ങളാവണം പ്രഘോഷകൻ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടത്. കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിനു മുമ്പ് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവനുറ്റ സ്വതന്ത്രമായ സർഗാത്മകതയുള്ള വ്യക്തികളെന്ന നിലയിൽ നമ്മെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ അനുഭവ സാക്ഷ്യം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും ഒരുമയുടെയും ഒരു ജീവിതമാണ് ഞങ്ങൾ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവിച്ചത്. ആദ്യം പഞ്ചാബിൽ അമൃത്സർ എന്ന സ്ഥലത്ത് ഒരു ICSE സ്കൂളിൽ ജോലി ചെയ്തു. അവിടെ ഞങ്ങൾക്ക് ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സഹകരിക്കാനും സഹായിക്കാനുമായി മുമ്പോട്ട് വന്നു. ആ സ്നേഹ കൂട്ടായ്മ എനിക്കൊരിക്കലും മറക്കാനാവില്ല. പിന്നീട് ഞങ്ങൾ നൈജീരിയയിൽ ജോലി ചെയ്തു. അവിടെ എല്ലാ രാജ്യക്കാരും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നു. ജാതിയോ മതമോ ഭാഷയോ രാജ്യമോ വ്യത്യസ്തമില്ലാതെ എല്ലാവരും സഹകരിച്ച് സഹായിച്ചും ജീവിച്ചിരുന്നു. തലസ്ഥാനമായ സൊക്കോട്ടിലായിരുന്നു ഞങ്ങളുടെ സൺഡേ സർവീസ്. സമീപത്തുള്ള എല്ലാ ടൗണുകളിൽ നിന്നും ആ കുർബാനയിൽ സംബന്ധിക്കാൻ ആളുകൾ എത്തിയിരുന്നു. അവിടെ നൈജീരിയൻസിന്റെ മെലോഡിയസായ ഭക്തിഗാനങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷം ഞങ്ങൾക്ക് ഒരു സ്വർഗീയ അനുഭവമാണ് നൽകിയത്. അകലിൽ നിന്ന് വരുന്നവർക്ക് സൊക്കോട്ടിലുള്ളവർ താമസം അക്കോമഡേഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. റോഡ് അപകടങ്ങൾ സാധാരണമായിരുന്നു. മരിച്ചുപോയവരുടെ ബോഡി എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കാനും അവരുടെ ഫാമിലിക്ക് വേണ്ട സഹായം ചെയ്യാനും കൊടുക്കാനും എല്ലാവരും വളരെ ഉത്സുകരായിരുന്നു. ചുരുക്കത്തിൽ ആദിമ ക്രിസ്ത്യാനികളിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മയും സ്നേഹവും ആണ് ഞങ്ങൾ അവിടെ അനുഭവിച്ചത്. 1 കൊരിന്തോസ് 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അത് എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ആവശ്യകത വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 119-105 അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന് വായിക്കുന്നു. ഒരു വചന പ്രഘോഷകനെ യുഗാന്തം വരെ കൈപിടിച്ച് നടത്തുന്ന യേശു ക്രിസ്തു പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ശക്തിയും ധൈര്യവുമായി നമ്മെ മുമ്പോട്ട് നയിച്ച് അങ്ങനെ നമ്മളെ പ്രഘോഷിക്കാൻ നമ്മളെ സഹായിക്കും. ഈ ദൗത്യ ദീർഘത്തിന് നാം എങ്ങനെ ഒരുങ്ങണമെന്ന് പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ഏതെല്ലാം ആയുധങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടതെന്നാണ് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ.
സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രവർത്തന നിരതരായിരിക്കും. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സഭയുടെ ദൗത്യം നിർവഹിച്ച് ക്രിസ്തുവിന്റെ പടയാളികളാകാം. നാം ചെയ്യേണ്ടത്, നാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നാം എന്ത് ചെയ്യാൻ പങ്കുവെക്കുമ്പോൾ ഇരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നല്ല സൗഹൃദം അവരുമായിട്ട് സ്ഥാപിക്കുക. ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെ സമീപനം വേണം. പിന്നീട് അവരുടെ താല്പര്യങ്ങൾ, കുടുംബം, ജോലി, കുട്ടികൾ എന്നിവയെ പറ്റി ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ വ്യക്തിയെ നന്നായി മനസ്സിലാക്കണം. അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആധ്യാത്മിക ജീവിതം, മതം, ദൈവാനുഭവത്തിന്റെ ആഴം എന്നിവയെല്ലാം മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ നേരിട്ട് ചോദിക്കുക. അവന്റെ സാമ്പത്തിക സ്ഥിതിയും അന്വേഷിക്കുക. തുറന്ന ഹൃദയത്തോടെ പ്രശ്നങ്ങൾ ശ്രവിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മുടെ അനുഭവ സാക്ഷ്യം നമുക്ക് ഉൾപ്പെടുത്താം. അവിടെ സത്യസന്ധമായിരിക്കണം നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങൾ. മറ്റൊരാളുടെ അനുഭവം ഇവിടെ ഉച്ചരിക്കാം. ദൈവസ്നേഹത്തെ പറ്റിയും ദൈവം സ്നേഹമാണെന്നും പറഞ്ഞു മനസ്സിലാക്കുക. യെശയ്യാ 45:15 വാക്യം ഉദ്ധരിക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കാരണം കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല. ഈ വാക്യങ്ങൾ വഴി ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. അവിടുന്ന് നമ്മെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന ആ സ്നേഹം നമുക്ക് ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ സഹോദരരെ, അങ്ങനെ നമുക്ക് നല്ലൊരു സുവിശേഷ പ്രഘോഷകരാകാൻ തയ്യാറെടുക്കാം. ആമേൻ. താങ്ക് യു ചേച്ചി. പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും പരിശുദ്ധാത്മാവിലൂടെ സുവിശേഷ പ്രഘോഷണം എങ്ങനെ ശക്തിപ്പെടുത്തണമെന്നും പറഞ്ഞു തന്ന ചേച്ചിയെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. അടുത്തതായി ടെസ്റ്റിമണി ഷെയറിങ്ങിനായി ഫ്രാൻസിസ് ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫ്രാൻസിസ് സി.ഡി. ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് ഇടപ്പള്ളിയിലാണ്. എറണാകുളം അങ്കമാലി അതിരൂപത സെന്റ് ജോർജ് ഫൊറോന പള്ളി ഇടപ്പള്ളി ഇടവാംഗമാണ്. എനിക്ക് ഭാര്യയും 2 ആൺമക്കളുമാണുള്ളത്. മൂത്ത മോൻ വിവാഹിതനാണ്. മോനും ഭാര്യയും UK വർക്ക് ചെയ്യുന്നു. ഇളയ മോൻ കൊച്ചി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വിസിയോ പ്രിലിമിനറി കോഴ്സ് ബാച്ച് 13-ലാണ് ആദ്യമായി പങ്കെടുത്തത്. ബാച്ച് 14-ലും 15-ലും ഞാൻ മെൻറ്ററാണ്. മർക്കോസിന്റെ സുവിശേഷം 16:15 അപ്പസ്തോലന്മാരോട് ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. 1 കൊറിന്തോസ് 9:16 ഇങ്ങനെ പറയുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. മാമോദിസ സ്വീകരിച്ച സകലരുടെയും കടമയാണ് വചനപ്രഘോഷണം. സ്നേഹമുള്ളവരെ, എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്നു. വലിയ ഭക്തിയും ഒരുക്കവും ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു സാധാ ക്രിസ്ത്യാനിയായിരുന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇപ്പോഴും ഞാൻ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പാട്ട് പാടുന്നുണ്ട്. 2010 വരെ ഞാൻ പനമ്പള്ളി നഗർ വ്യാകുല മാതാവിന്റെ പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പാട്ടുപാടുവാൻ പോകുമായിരുന്നു. ഞാൻ BSNL വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഓഫീസിൽ വെച്ച് എനിക്ക് ഒരു സിവിയർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 1 മണിക്കൂറോളം എടുത്തു ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ. 2 കൈയിലും ട്രിപ്പ് കയറ്റി വെയിൻ വലുതാകാനുള്ള ഇഞ്ചക്ഷൻ തുടങ്ങി. ക്രിട്ടിക്കലാണ്, 4 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുള്ളിൽ അറ്റാക്ക് വന്നാൽ മരണം സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ഹാർട്ടിൽ ശക്തമായ വേദനയുണ്ടായിരുന്നു. എൻ്റെ കഴുത്തിൽ കിടന്ന കൊന്ത ആരും കാണാതെ എടുത്ത് കൊന്ത ചൊല്ലുവാൻ തുടങ്ങി. വ്യാകുല മാതാവിനോട് മുക്തിപ്പായി ഞാൻ പ്രാർത്ഥിച്ചു. രാത്രി 11 മണിയായപ്പോഴേക്കും ശക്തമായ പെയിൻ വന്നു. അറ്റാക്ക് ആണ്, മരണം സംഭവിക്കാമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.
ഒന്നും വകവയ്ക്കാതെ കൊന്ത ചുറ്റുവാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ ഞാൻ കണ്ടു, ഭൂമിയിൽ നിന്ന് ഞാൻ പൊങ്ങിപ്പോയി ആകാശത്ത് നിൽക്കുന്നു. ഒരു സ്വരം കേട്ടു, മോനെ പേടിക്കണ്ട, ഞങ്ങൾ അടുത്തുണ്ട്. മാതാവ്, യൗസേപ്പ് പിതാവ്, ഉണ്ണീശോ ഇവർ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. പെട്ടെന്ന് ഞാൻ ഉണർന്നു. പിന്നെ പെയിൻ ഉണ്ടായതേയില്ല. വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഈ സമയത്ത് തന്നെ ഭാര്യ കൊന്ത ചൊല്ലിക്കൊണ്ട് റൂമിന് പുറത്ത് നടക്കുകയായിരുന്നു. ഞാൻ മരിച്ചുവെന്ന് തോന്നി. ഉറക്കെ കരയാൻ തുടങ്ങി. ഉടനെ തന്നെ ഭാര്യയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ശാന്തനായി കിടക്കുന്നതാണ് കണ്ടത്. പേടിക്കേണ്ട, കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. മരണത്തിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു. ബൈപ്പാസ് സർജറി നടത്തി. അതിനുശേഷം ഞാൻ ഒരു ധ്യാനത്തിന് പോയി. ദൈവത്തിന്റെ വചനം എന്നെ വല്ലാതെ ആകർഷിച്ചു. അവിടെ എഴുതി വച്ചിരുന്ന വചനങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിൽ ഞാൻ വചനം എഴുതി വെച്ചു. എൻ്റെ 2 ആൺമക്കളും ആവറേജായി പഠിക്കുന്ന മക്കളായിരുന്നു. 60% മാർക്ക് കിട്ടും. ഞാൻ ഒരു ബോർഡിൽ 91 സങ്കീർത്തനം എഴുതി അവർ പഠിക്കുന്ന മുറിയുടെ ഭിത്തിയിൽ തൂക്കി. പഠിക്കുന്നതിന് മുമ്പ് 91 സങ്കീർത്തനം വായിക്കണമെന്ന് നിർബന്ധിച്ചു. അടുത്ത പരീക്ഷ മുതൽ കൂടുതൽ മാർക്ക് കിട്ടാൻ തുടങ്ങി. 91% മുകളിൽ മാർക്ക് കിട്ടി. ബിടെക്കിന് സ്കോളർഷിപ്പോടെ പഠിക്കാൻ കഴിഞ്ഞു. 2 പേർക്കും ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. കാറ്റഗിസം കുട്ടികൾക്കും ഞാൻ 91 സങ്കീർത്തനം വായിക്കുന്നത് നിർബന്ധമാക്കി. അവർക്കും കൂടുതൽ മാർക്ക് കിട്ടി. സ്കൂളിൽ തന്നെ അതിശയമായി ഒരു ഇതായിരുന്നു അത്. ആ 91 സങ്കീർത്തനം വായിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാർക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഞാൻ ബൈബിൾ വചനങ്ങൾ വാട്സാപ്പ് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഫോട്ടോഷോപ്പ് ഭംഗിയായി പഠിച്ച് വചനങ്ങൾ ഇടാൻ തുടങ്ങി. ഗ്രൂപ്പിലുള്ളവർ എന്നെ കളിയാക്കി പരിഹസിച്ചു. എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു. വാട്സാപ്പ്, ഫേസ്ബുക്ക് എല്ലായിടത്തും സ്റ്റാറ്റസ് വചനം ഷെയർ ചെയ്യാൻ മാത്രമായിട്ട് ഞാൻ തുടങ്ങി. പ്രത്യേക പേജും ക്രിയേറ്റ് ചെയ്തു. ധാരാളം ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ കളിയാക്കിയവരും സ്ഥിരമായി ഇത് കാണാൻ തുടങ്ങി. BSൽ നിന്നും റിട്ടയർ ചെയ്താൽ ഞാൻ വചന പ്രഘോഷണ രംഗത്ത് പ്രവർത്തിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്തു. പക്ഷേ പ്രസംഗിക്കാനോ 2 വാക്ക് സംസാരിക്കാനോ ഒരു കഴിവുമില്ലാത്ത ആളായിരുന്നു ഞാൻ. അങ്ങനെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് വഴി മിസിയോയുടെ 13ാം ബാച്ച് അറ്റൻഡ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. അത് നല്ലൊരു ചേഞ്ച് എന്നിൽ വരുത്തി. 14ാം ബാച്ചിൽ മെന്റർ ആയിരുന്നു. 15ാം ബാച്ചിലും മെന്ററാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 18 മുതൽ 23 വരെ നടന്ന റെസിഡൻഷ്യൽ കോഴ്സിൽ ഞാൻ പങ്കെടുത്തു. സ്വന്തം കുടുംബത്തിൽ ആയിരിക്കുന്നത് പോലുള്ള സ്നേഹവും പരിഗണനയും എനിക്ക് കിട്ടി. ആലിസ് ചേച്ചിയും ടോമിച്ചൻ ചേട്ടനും ഭാര്യയും തോമസ് സാറും സീനയും മറ്റെല്ലാവരും നൽകിയ സ്നേഹവും പരിഗണനയും എന്നെ അത്ഭുതപ്പെടുത്തി. അവിടുത്തെ കോഴ്സ് എന്നെ മാറ്റിമറിച്ചു. 7 നിത്യസത്യങ്ങളുടെ ക്ലാസ് എനിക്ക് ശക്തമായ അടിത്തറ പാകി. ധൈര്യമായി സംസാരിക്കാൻ ശക്തി കിട്ടി. വചനപ്രഘോഷകരാകാൻ മിസിയോ ഫാമിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാൻ തുടങ്ങി. കാണുന്നവരോടൊക്കെ ഞാൻ വചനം പ്രഘോഷിക്കാൻ എനിക്ക് ശക്തി കിട്ടി. വീട്ടിൽ വരുന്ന ഇലക്ട്രീഷ്യൻ, പ്ലംബർ, സെയിൽസ്മാൻമാര്, അതുപോലെ വീട് റിപ്പയർ ചെയ്യാൻ വന്ന എല്ലാവരുടെ ഇടയിൽ ഞാൻ പതുക്കെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. കാറ്റഗിസം ക്ലാസ്സിലെ കുട്ടികൾക്ക് 7 നിത്യസത്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ അധ്യാപകരോടും ഞാൻ ഈ 7 നിത്യസത്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മിസിയോ സ്ലൈഡ് പ്രസന്റേഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. കാറ്റഗിസം ക്ലാസ്സിൽ ഞാൻ അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ദൈവം എന്നെ മരണത്തിൽ നിന്ന് പോലും രക്ഷിച്ച് അവിടത്തേക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഒരുക്കുകയായിരുന്നു. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരണമാണ്. സുവിശേഷ സന്ദേശത്തിന്റെ പ്രഘോഷണം സഭയെ സംബന്ധിച്ച് ഐച്ഛികമായ ഒരു സംരംഭമല്ല. ജനങ്ങൾ വിശ്വസിച്ച് രക്ഷ നേടുന്നതിന് വേണ്ടി ദിവ്യനാഥന്റെ കൽപ്പന വഴി സഭയെ ഫലമേൽപ്പിച്ചിട്ടുള്ള ഒരു കർത്തവ്യമാണത്. ഈ കർത്തവ്യ നിർവഹണം സഭയ്ക്ക് അനിവാര്യമാണ്. അതിനു പകരം മറ്റൊന്നില്ല. മിസിയോ ഫാമിലിയോട് ചേർന്ന് സുവിശേഷ പ്രഘോഷണ കാര്യങ്ങളിൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഫ്രാൻസിസ് ചേട്ടാ. സ്വന്തം ജീവിതത്തിലൂടെ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞതും
സ്വന്തം ജീവിതം സാക്ഷ്യമാക്കി സുവിശേഷം പ്രഘോഷിച്ചെന്നും ചേട്ടൻ പറയുകയുണ്ടായി. ചേട്ടനെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനായി തോമസ് ചേട്ടനെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കുറച്ച് ആഴ്ചകളായിട്ട് നിത്യസത്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു അല്ലെ. ദൈവസ്നേഹം മുതല് അങ്ങ് കൂട്ടായ്മ വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഇതെല്ലാം നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ അതിലെല്ലാം പ്രത്യുത്തരം കൊടുത്തതും എല്ലാം ഇന്നത്തെ ഈ സെഷനിൽ വേണ്ടിയിട്ടാണ്. ഈ സഭയുടെ ഏക ദൗത്യം, നമ്മുടെ ഓരോരുത്തരുടെയും ഏക ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതിലേക്കാണ് ഇതെല്ലാം ഈ കേട്ടത് മുഴുവൻ നമ്മളെ എത്തിച്ചേർക്കുന്നത്. നമുക്കറിയാം ഈശോയുടെ ദൗത്യം എന്തായിരുന്നു. ഈശോയെ നമുക്ക് ആദിമാതാപിതാക്കള് പറുദീസായിൽ നഷ്ടപ്പെടുത്തിയ ആ ദൈവിക ജീവനും ആ ദൈവപുത്രന്മാർക്കെടുത്ത സ്വാതന്ത്ര്യം എല്ലാം തിരിച്ചു നൽകുന്നതിന് വേണ്ടി പിതാവായ ദൈവം അനാദിയിലെ ഒരുക്കിയ പദ്ധതിയായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരത്തിലൂടെ ഈശോ ഈ ഭൂമിയിൽ വന്ന് തന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ ആദിമാതാപിതാക്കൾക്ക് ലൂടെ നഷ്ടപ്പെട്ട, മാനവകുലത്തിന് മുഴുവൻ നഷ്ടപ്പെട്ട ആ ദൈവിക ജീവനും പുത്ര സ്വാതന്ത്ര്യവും എല്ലാം തിരിച്ചു നൽകുന്നതിന് വേണ്ടി, അങ്ങനെ ദൈവരാജ്യ അനുഭവത്തില് ഈ മക്കൾ ജീവിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. അതിനുവേണ്ടി ഈശോ കാലസമ്പൂർണതയില് ഈശോ ഈ ഭൂമിയിലേക്ക് വരികയും അവിടുന്ന് തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ അത് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് ആ ദൗത്യം, ആ ഒരു കടമ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ലോകം മുഴുവനിലും അത് എത്തിക്കുന്നതിന് വേണ്ടി സഭയെ ഭാരമേൽപ്പിച്ചിരിക്കുന്നു. ഈ സഭയുടെ ദൗത്യം മാമോദീസായിലൂടെ ഞാനും നിങ്ങളും അത് ഏറ്റെടുക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഏഷ്യയിലെ സഭയില് 19ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, യേശു ഏക കർത്താവും രക്ഷകനും ആണെന്നുള്ള പ്രഘോഷണം കൂടാതെ സുവിശേഷ വേല സാധ്യമല്ല. നാം ചെയ്യുന്ന ഏത് സൽപ്രവൃത്തികളും നന്മകളും സുവിശേഷ പ്രഘോഷണത്തിന് പകരമാകുന്നില്ല. അതെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവാണ്, ഏക രക്ഷകനാണ് എന്നുള്ള പ്രഘോഷണമാണ് സുവിശേഷ വേല സാധ്യമാക്കുന്നത്. നമുക്കറിയാം, ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 28ാമത്തെ അധ്യായത്തില് 18 മുതലുള്ള തിരുവചനങ്ങള്. അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ആദിമാതാപിതാക്കൾ പാപം ചെയ്തതിലൂടെ ഭൂമിയുടെ മേൽ സർവ്വ അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന മാനവകുലം മുഴുവൻ പിശാചിന് അടിമയായി തീർന്നു. എന്നാൽ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തതിലൂടെ ആ അധികാരം അവിടെ നിന്ന് തിരിച്ചു പിടിച്ച് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അവരെ അറിയിക്കുക. വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകുക. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 16ാം അധ്യായത്തിന്റെ 15ാമത്തെ തിരുവചനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അവിടെ മനുഷ്യരോട് മാത്രമല്ല, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, വിശുദ്ധ അന്തോണീസിന്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിശുദ്ധ അന്തോണീസ് കടലിലെ മത്സ്യങ്ങളോടും പറവകളോടും മൃഗങ്ങളോടും സസ്യലതാദികളോടും സുവിശേഷം പ്രസംഗിച്ചിരുന്നു. കടലിന്റെ അരികിലൂടെ പോകുമ്പോൾ സുവിശേഷം പറയുമ്പോൾ മീനുകളെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ കലൂര് ഉള്ള വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തില് അത് മതിലിൽ ഇങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ അവിടെ ഈശോ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. എല്ലാ സൃഷ്ടികളും സുവിശേഷം കേൾക്കേണ്ടതാണ് എന്ന് ഈശോ അവിടെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഈശോ ഒരു മഹാകൽപ്പന നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈശോ അയക്കപ്പെട്ടത് ഒരു കൂട്ടായ്മയിൽ നിന്നാണ്.
പരിശുദ്ധ ത്രിത്വമാകുന്ന ത്രിയേക ദൈവത്തിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്നാണ് ഈശോ അയക്കപ്പെടുന്നത്. ഏഷ്യയിലെ സഭ 29ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്ന്, അതായത് സ്രഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നു പോവുകയുള്ളൂ. നോക്ക് പ്രിയപ്പെട്ടവരെ, സൃഷ്ടിച്ച സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ചു തന്ന രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് ഞാനും നിങ്ങളും വേർതിരിക്കപ്പെട്ട് വഴിതെറ്റി പോവുകയാണെങ്കിൽ, അതിനെ ഗവനിക്കാതെ പോവുകയാണെങ്കിൽ, ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നാം വഴിതെറ്റി പോകുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിലുള്ള നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥമായ ഏക പ്രത്യാശ. നമ്മളൊക്കെ ഒരു നല്ല ലോകം, ഒരു നല്ല ഭരണം ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോഴും ഈ 5 വർഷം നന്നായി ഭരണം നടക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ഭാവി പ്രകാശപൂർണമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, അതിനുള്ള ഏക പ്രത്യാശ എന്ന് പറയുന്നത് നവീന സുവിശേഷവൽക്കരണമാണ്. ഞാനിത് കേൾക്കുമ്പോൾ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സകല അക്രമങ്ങൾക്കും അഴിമതികൾക്കും ഒക്കെ കാരണം അവിടെയെല്ലാം സുവിശേഷവൽക്കരണത്തിന്റെ കുറവ് വന്നതുകൊണ്ടാണ്. എല്ലാവരും തന്നെ സുവിശേഷവൽക്കരിക്കപ്പെടാത്തതിന്റെ കുറവാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യേശുക്രിസ്തു ആണ് ആദ്യത്തെ പ്രേക്ഷിതൻ. ഒരു പൂർണ്ണ പ്രേക്ഷിതനായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ത്രിയേക ദൈവത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രേക്ഷിതൻ, പിതാവിനാൽ അയക്കപ്പെടുന്നവനാണ്. അതാണ് ഈശോയുടെ ഒതന്റിസിറ്റി എന്ന് പറയുന്നത്. അവൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അങ്ങനെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിലെ പൂർത്തീകരിക്കുകയായിരുന്നു ഈശോയുടെ ദൗത്യം. എന്താണ് ഈശോ പിതാവിന്റെ ദൗത്യം? മാനവകുലം നഷ്ടപ്പെടുത്തിയ ആ ദൈവിക ജീവൻ, ആ ദൈവപുത്രന്മാർക്ക് എടുത്ത സ്വാതന്ത്ര്യം, അത് തിരിച്ച് അവർ പ്രാപിക്കണം. അതാണ് പിതാവിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവിടെ നിന്ന് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അത് മനസ്സിലാക്കിയ ഈശോയുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അതിനോട് ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവമായിരുന്നിട്ട് പോലും തന്റെ ദൈവത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായിട്ട്, നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. ഈശോ പഠിപ്പിച്ചതും ഈശോയുടെ പ്രവർത്തനങ്ങളും ഈശോയുടെ അത്ഭുതങ്ങളും എല്ലാം അതിനെ ഈ പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഈശോയുടെ പഠനങ്ങള്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങള്, മലയിലെ പ്രസംഗം, സുവിശേഷ ഭാഗ്യങ്ങള്, ഇതെല്ലാം പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ഭക്ഷണം. പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ തീഷ്ണത, ഈ ഒരു വാക്യം നമ്മള് സമരിയക്കാരിയുടെ സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സമരിയക്കാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാർ വന്നിട്ട് ഗുരുവിനെ വിളിക്കുന്നുണ്ട്. ഗുരു വന്നു ഭക്ഷണം കഴിച്ചാലും ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാണാത്ത ഒരു ഭക്ഷണവും എനിക്കുണ്ട് എന്ന്. അപ്പൊ അവര് പാവം ശിഷ്യന്മാര് വിചാരിച്ചിട്ടുണ്ടാവും ഈശോയ്ക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് കുഴിമന്തിയോ ബിരിയാണിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈശോ അവിടെ പറയുകയാണ്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ഭക്ഷണം. നോക്കുക പ്രിയപ്പെട്ടവരെ, ലൂക്കയുടെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഈശോയുടെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. നസ്രത്തില് സിനഗോഗില് ഈശോ ആദ്യമായിട്ട് വായിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ യെശയ്യായുടെ പുസ്തകം ഈശോയ്ക്ക് വായിക്കാനായിട്ട് കൊടുക്കുകയാണ്. 18-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അവിടുന്ന് യെശയ്യായുടെ പുസ്തകം മടക്കി ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് ഇരുന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക്, തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന യഹൂദരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്,
നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ഈശോ അവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ ഈശോയുടെ തീഷ്ണത നമുക്ക് ആ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 43-ാമത്തെ തിരുവചനങ്ങളിലേക്കൊക്കെ പോകുമ്പോ ഈശോയെ ആ നസ്രത്തിലെ ആ സിനഗോഗിൽ അവരെ പുറത്താക്കുന്നുണ്ട്. ഈശോ ഇത് പറഞ്ഞപ്പോൾ ഈശോ അവിടെ നിന്ന് കഫർനാമിലേക്ക് പോകുന്നു. അവിടെ സിനഗോഗുകളിൽ പഠിപ്പിക്കുന്നു. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ഈശോ പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെയുള്ള ഒരു ജനക്കൂട്ടം ഓടി വന്നിട്ട് ഈശോയോട് പറയുന്നു, ഈശോയെ നീ ഇവിടുന്ന് പോകരുത് എന്ന് പറയുന്നു. ഈശോ അവരോട് പറയാ, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനായി അയക്കപ്പെട്ടു. ഞാൻ അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് ഈശോയുടെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഈശോയെ കണ്ടുമുട്ടിയവരെല്ലാം ഒരു പ്രേക്ഷിതരായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. അന്ത്രയോസ് സ്നാപയോഹന്നാന്റെ ശിഷ്യനായിരുന്നു. അന്ത്രയോസും മറ്റൊരു ശിഷ്യനും സ്നാപയോഹന്നാനും കൂടി ഒരുക്കി നിൽക്കുമ്പോൾ ഈശോ കടന്നു വരുന്നത് കാണുമ്പോൾ സ്നാപയോഹന്നാൻ പറയും, ഇതാ ലോകത്തിന്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ വാക്ക് കേൾക്കുമ്പോൾ അന്ത്രയോസും മറ്റേ ശിഷ്യനും ഈശോയെ അനുഗമിക്കുന്നുണ്ട്. ഈശോ തിരിഞ്ഞവരോട് ചോദിക്കും, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പൊ അന്ത്രയോസ് മറുപടി കൊടുക്കാണ്, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ അതിന് മറുപടി പറയുന്നത്, വന്നു കാണുവേ. ഈശോ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് മറുപടി കൊടുക്കുക, അല്ലെ? നമ്മളോട് ഒരാൾ എവിടെയാണ് വീട്, എവിടെയാ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. എന്നാൽ ഈശോ പറയുക, വന്ന് കാണുവിൻ. അവര് ഈശോയെ അനുഗമിച്ചു. ഈശോ വസിക്കുന്നിടം പോയി കണ്ടു. അവിടെ അവർ താമസിച്ചു. അവർ ആ ഈശോയെ കണ്ടവരും പ്രേക്ഷിതരായി മാറി. അന്ത്രയോസ് പിറ്റേ ദിവസം തന്റെ സഹോദരൻ ശിമയോനോട് പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടു. നോക്കുക, ഫിലിപ്പോസ് ഈശോയെ കണ്ടതിനു ശേഷം നഥാനിയേലിനോട് പറയുന്നു, ഞാൻ ഈശോയെ കണ്ടു. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? സമരിയാക്കാരി സ്ത്രീ താൻ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ആ ഈശോയെ കിട്ടിയ ആ അനുഭവം തന്റെ ഗ്രാമമായ സമരിയ മുഴുവൻ ചെന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു മനുഷ്യരെ ഞാൻ കണ്ടു, വന്നു കാണുവൻ, ഇവനായിരിക്കുമോ ക്രിസ്തു? അതെ പ്രിയപ്പെട്ടവരെ, ഈശോയെ കണ്ടുമുട്ടിയവരെല്ലാം ഒരു പ്രേക്ഷിതരായിട്ട് മാറുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈശോ ശിഷ്യരെ പരിശീലിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈശോ ശിഷ്യരെ പരിശീലിപ്പിച്ചത്? ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുകയല്ല ചെയ്തത്, കൂടെ നടന്ന് പഠിപ്പിച്ച് പടിപടിയായി സ്വഭാവ രൂപീകരണം നൽകി അവരെ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് പലവിധ ചിന്തകൾ ഉണ്ടായിരുന്നു. പലർക്കും ധനത്തോട് ആർത്തി ഉണ്ടായിരുന്നു, പലർക്കും സ്ഥാനമാനങ്ങളോട് ആർത്തി ഉണ്ടായിരുന്നു, എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. പലരും സ്വഭാവത്തില് വൈകല്യങ്ങളുള്ളവരുണ്ടായിരുന്നു. അവരെയൊക്കെ കൂടെ നടത്തി ശാസിക്കേണ്ടവിടത്ത് ശാസിക്കുകയും തിരുത്തലുകൾ കൊടുക്കേണ്ട തിരുത്തൽ കൊടുത്തുകൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് അവിടെ പഠിപ്പിച്ച് അവരെ നല്ല യഥാർത്ഥ ശിഷ്യരാക്കി മാറ്റുകയാണ് ഈശോ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ശിഷ്യര് അവരെ ഈശോ ഒരുക്കുമ്പോൾ ശിഷ്യരെ അവിടെ നിന്ന് 12 പേരെ വിളിച്ചിട്ട് ഈശോ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ പോയി എല്ലാവരോടും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവേൻ. അവർക്ക് പിശാചുക്കളുടെ മേൽ അധികാരവും രോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവൊക്കെ നൽകിയിട്ട് ഈശോ അയക്കുന്നുണ്ട്. അങ്ങനെ ഈശോവിനാൽ അയക്കപ്പെടുകയാണ്. യേശു നൽകിയ ദൗത്യം അവര് നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ആദിമസഭ എന്ന് പറയുമ്പോൾ മിഷണറി സഭ എന്നാണ് പറയുക. നമുക്കറിയാം, ഈശോ ഉയർത്തെഴുന്നേറ്റ് 40 ദിനങ്ങള് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ദൈവരാജ്യത്തെ കുറിച്ച് കൂടുതലായി പഠിപ്പിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അവരോട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. പിതാവിൽ നിന്ന് കിട്ടിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമേ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകാവൂ എന്ന് ഈശോ അവരോട് പറയുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മുഖ്യ പ്രവർത്തകൻ. അതുകൊണ്ടാണ് 1:8 അപ്പോസ്തലന്മാർ 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമുക്ക് പ്രിയപ്പെട്ടവരെ,
ജെറൂസലേം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടില്, നമ്മുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക് ഒക്കെ, നമ്മൾ ജീവിത പങ്കാളിക്കൊക്കെ നമ്മളൊരു സുവിശേഷമായി മാറുക. തുടർന്ന് നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിലേക്ക്, നമ്മളായിരിക്കുന്ന ഇടവകയില്, സമൂഹത്തിലൊക്കെ നമ്മൾ സുവിശേഷമായി മാറുക. വീണ്ടും വിജാതിയരുടെ ഇടയിലേക്ക്, സമരിയ വിജാതിയരുടെ ഇടയിലേക്ക് പോവുക. അത്രയും ആയി കഴിയുമ്പോൾ ഭൂമിയുടെ അതിർത്തികൾ വരെ പോകുവാനുള്ള, സാക്ഷികളായിരിക്കുവാനുള്ള ധൈര്യവും ആത്മാവിന്റെ ശക്തിയും നമുക്ക് ലഭിക്കും ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. കൂട്ടായ്മയിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും അയക്കപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് 21-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാവുന്ന ത്രിയേക ദൈവത്തിൽ നിന്ന് ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ സഭയാകുന്ന കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്തിനു വേണ്ടിയാ? സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കുവാനും. യോഹന്നാന്റെ സുവിശേഷത്തില് 13-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, എളിമയുടെ വലിയൊരു മാതൃക കാണിച്ചുകൊണ്ട് ഈശോ അവരെ പഠിപ്പിക്കുന്നു. സുവിശേഷം ജീവിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചതെന്ന് കാൽവരി മലയിലെ ബലിയില് നമ്മൾ കാണുന്നു. അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാനായിട്ട് അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, സഭയാകുന്ന കൂട്ടായ്മ, നമ്മൾ മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ലഭിക്കുകയാണ്. മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം, അതിനുള്ള റൈറ്റ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് CCC 900 ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായി ചേർന്നോ പ്രവർത്തിക്കാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, കൈവെപ്പ് ശുശ്രൂഷയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ പ്രേക്ഷിത പ്രവർത്തനമുള്ള ധൈര്യവും കൃപയും നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് 16-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമ്മളൊക്കെ സഭയിൽ അംഗമായിട്ടുണ്ട് എങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. നമ്മളെല്ലാവരെയും തെരഞ്ഞെടുത്ത് അവിടുത്തെ സഭയിൽ അംഗങ്ങളാക്കി. എന്തിനു വേണ്ടി? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി. സുവിശേഷത്തിന്റെ ആനന്ദത്തില് 120-ാമത്തെ ഖണ്ഡികയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അതായത് ഇങ്ങ് ഒരു അൽമായൻ തുടങ്ങി അങ്ങ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ് എന്ന് സുവിശേഷത്തിന്റെ ആനന്ദത്തില് 120 പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ പരിശീലനത്തിന്റെ അളവുകളോ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല. മാമോദീസ സ്വീകരിച്ചോ ഞാനും നിങ്ങളും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം ആദിമസഭയുടെ ജീവിതം എങ്ങനെയായിരുന്നു. ആദിമസഭ രൂപം കൊണ്ടതിന് ശേഷം സഭ വളരാൻ തുടങ്ങിയപ്പോൾ സഭയ്ക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ, മതമർദ്ദനങ്ങൾ അഴിഞ്ഞാടാൻ തുടങ്ങി. നമുക്കറിയാം സ്തെഫാനോസ് വധിക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ ക്രൈസ്തവരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. അങ്ങനെ ചിതറിക്കപ്പെട്ടവർ ആരുടെ നാമത്തിലാണോ അവർ ചിതറിക്കപ്പെട്ടത്, ആ നാമം ആത്മനിറവോടെ ചെന്ന് ഇടങ്ങളിലൊക്കെ വചനം പ്രസംഗിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. ആ ഒരു തീഷ്ണതയില് അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തെ പങ്കുവെച്ചു. അവര് ഭവനം തോറും അപ്പം മുറിക്കുകയും
അതുപോലെ പ്രാർത്ഥനയിലും ഒക്കെ ഒരുമിച്ചിരുന്നതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ടോമിച്ചേട്ടൻ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടുത്തെ സുവിശേഷ വേലയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പബ്ലിക്കായിട്ട് സുവിശേഷ വേല ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ആരും കാണാത്ത അറകളിലും മുറികളിലും ഒക്കെ ഇരുന്നാണ് അവര് ആ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അതുപോലെ ഈ ചിത്രിക്കപ്പെട്ട ക്രൈസ്തവര് അവർ ചെന്നിടങ്ങളിലെല്ലാം ആത്മനിറവോടുകൂടെ വചനം പ്രസംഗിച്ചു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. ഇവിടെ പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ കാണുകയാണ്. വിശുദ്ധ പൗലോസ് ആകുന്നതിന് മുമ്പ് സാവൂളിന്റെ മതത്തില് വളരെ തീഷ്ണമതിയായിരുന്നു. ആ മതം പ്രകാരം ക്രൈസ്തവർ ഈ ലോകത്ത് നിന്ന് നിർമൂലനം ചെയ്യപ്പെടേണ്ടവരാണ്, ക്രൈസ്തവരെല്ലാം ദൈവനിഷേധികളാണ് എന്ന ധാരണയില് സാവൂള് ആ ക്രിസ്ത്യാനികളെ മുഴുവൻ തച്ചുടച്ച് കളയുവാനായിട്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈശോ സാവൂളിനെ വിളിക്കുന്നത്. സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? കർത്താവേ, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശു ആകുന്നു ഞാൻ. അവിടെ തീർന്നു സാവൂളിന്റെ ജീവിതം. അവിടെ നിന്ന് ഒരു പൗലോസ് ജനിക്കുകയാണ്. തന്റെ മതത്തിലുണ്ടായിരുന്ന ആ തീഷ്ണത പിന്നീട് സുവിശേഷ പ്രവർത്തനത്തില് പൗലോസില് കാണുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് തികഞ്ഞ ബോധ്യത്തോടെയും ധൈര്യത്തോടെയും സ്നേഹത്തോടെയും എല്ലാ സാഹചര്യങ്ങളിലും പൗലോസ് തന്റെ പ്രവർത്തനം നടത്തിയത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് റോമ 15:19 പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ ജെറൂസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. വിശുദ്ധ ബൈബിളിന്റെ ബാക്ക് സൈഡില് പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനം ഒന്നാം യാത്ര, 2ാം യാത്ര, 3ാം യാത്ര എന്നുള്ളതിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കാണാം ഒത്തിരി സ്ഥലങ്ങളില് പൗലോസ്ലീഹ തന്റെ പ്രേക്ഷിത പ്രവർത്തന യാത്ര നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൗലോസിന്റെ തീഷ്ണത, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നോക്കുക പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും ആ ക്രിസ്തു അനുഭവത്തിൽ ജീവിക്കുവാനും പൗലോസിന്റെ തീഷ്ണത നമ്മൾ ഈ വചനത്തില് ദർശിക്കുകയാണ്. ആര് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പൗലോസ്ലീഹയുടെ ജീവിതത്തില് ഒത്തിരി സഹനങ്ങളിലൂടെ പൗലോസ്ലീഹ കടന്നുപോയിട്ടുണ്ട്. പലതവണ പീഡിപ്പിക്കപ്പെട്ടു, പലതവണ കപ്പൽ അപകടത്തിൽപ്പെട്ടു, പലതവണ ഒന്നു പറയാതെ 40 അടി വീതം ലഭിച്ചതായിട്ട് പൗലോസ്ലീഹ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കഷ്ടതകളുടെ നടുവിലൂടെ പോകുമ്പോഴും പൗലോസ്ലീഹയുടെ ഉള്ളിലുണ്ടായിരുന്ന തീഷ്ണത ഒത്തിരി വലുതായിരുന്നു എന്ന് ഈ തിരുവചനം പറയുന്നു. ഈ ഒരു തീഷ്ണത ലഭിച്ച അനേകം വിശുദ്ധാത്മാക്കള് നമ്മുടെ സഭയിലൂടെ കടന്നുപോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലോറൻസ്. വിശുദ്ധ ലോറൻസിന് മതപീഡന സമയത്ത് പടയാളികൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാനായിട്ട് ഒരു ഇരുമ്പ് പലകയിൽ കിടത്തുകയാണ്. ആ ഇരുമ്പ് പലകയിൽ കിടത്തിയിട്ട് അടിയിൽ ഇങ്ങനെ തീ കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കി, ഒരു ചെറിയ തീയുടെ ചൂട് നമ്മുടെ കയ്യിൽ അടിക്കുമ്പോൾ, ഒരു പൊള്ളലേൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വേദനിക്കാറുണ്ട്. എന്നാൽ ഈ കൊടിയ പീഡനത്തിന്റെ നടുവിലും വിശുദ്ധ ലോറൻസ് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അതിനെ സ്വീകരിച്ചത്. കുറച്ച് സമയം ആ തീയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തുനിന്ന് പടയാളികൾ വിളിച്ചിട്ട് പറയാണ്, സഹോദരന്മാരെ ഒന്ന് വരിക, എന്റെ അടിവശം വെന്തിട്ടുണ്ട്, എന്നെ ഒന്ന് മറിച്ചു കിടത്തുക. അതും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് എങ്ങനെ സാധിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതേപോലെ വിശുദ്ധ ലോറൻസിനെ പോലെ, വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ തീഷ്ണമതികളാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കും പറയാൻ സാധിക്കും, ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒരിക്കലും വേർപെടുത്തില്ല എന്ന്. അങ്ങനെ ഒരു സുവിശേഷാത്മക സമൂഹത്തെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് എന്റെ ദൗത്യം എന്താണ്? ചിന്തിക്കുക, സുവിശേഷം ജീവിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക. ഞാനും നിങ്ങളും ഇന്ന് സുവിശേഷം ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ സുവിശേഷം ജീവിക്കാതെ, സുവിശേഷം പ്രഘോഷിക്കാതെ ഇരുന്നാല്
ദുരിതം അത് എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിനും സഭയ്ക്കും ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനത്തില് 9:16 പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ മാമോദീസ സ്വീകരിച്ചതിലൂടെ അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ദുരിതങ്ങൾക്കും കാരണം നാം സുവിശേഷം ആകാതെ, സുവിശേഷം പ്രഘോഷിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. ആദിമ ശിഷ്യരുടെ ആവേശം അപ്പോസ്തലന്മാർ പ്രവർത്തനം 4:20 നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. 1 യോഹന്നാൻ 1:1 പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരെല്ലാം തൊട്ടറിഞ്ഞ ആ ക്രിസ്തുവിനെ പറയുവാനായിട്ടുള്ള ആ ഒരു തീഷ്ണത, അവരുടെ ഒരു ആവേശം നമുക്ക് ഈ വചനങ്ങളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കാണ്, ഇന്നലെ നമ്മുടെ മെന്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മെന്റേഴ്സ് മീറ്റിംഗിൽ ഒരു മെന്റർ ആയിരുന്ന സുഷമ ചേച്ചി തന്റെ ഒരു അനുഭവം പങ്കുവച്ചായിരുന്നു. ആ ചേച്ചി ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡൽഹിയില് ഒരു മാർവാഡീസിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ആ മാർവാഡിക്ക് ഓപ്പറേഷനിലൂടെ ഭേദമാകുന്ന ഒരു വലിയൊരു രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർമാര് ഓപ്പറേഷനിലൂടെ മാത്രമേ സൗഖ്യപ്പെടൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ചേച്ചി ആ മാർവാഡിയോട് പറഞ്ഞു, തന്റെ ബോസിനോട് പറഞ്ഞു, അത് സാറിന് അത് ഓപ്പറേഷൻ വേണ്ടാതെ മരുന്നിലൂടെ തന്നെ മാറിപ്പോകും എന്ന് ചേച്ചിയുടെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ആ മാർവാടി ആ ചേച്ചിയെ കളിയാക്കി എന്നാണ് ചേച്ചി ഇന്നലെ പറഞ്ഞത്. ചേച്ചി ആ കളിയാക്കൽ ഗൗനിച്ചില്ല. ചേച്ചിയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചേച്ചി ആ മാർവാടിയെ, തന്റെ ബോസിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഓപ്പറേഷന് വേണ്ടി ചെന്ന മാർവാടി ഡോക്ടറുടെ പരിശോധനയിൽ ഓപ്പറേഷൻ വേണ്ട, മരുന്നിലൂടെ മാറാനുള്ള അസുഖമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനുള്ള ആ ഒരു ആവേശം. എന്നിട്ട് ആ മാർവാടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങൾ ഏത് ദൈവത്തോടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന്. അവിടെ നമ്മള് മാർവാഡീസ് ഒക്കെ, എനിക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ടായിരുന്നു മാർവാഡീസ്. ഈ മാർവാഡീസ് ഒക്കെ ഒത്തിരി ഹൈന്ദവ ആചാരങ്ങളില് അങ്ങനെ എന്താ പറയാ, ഹൈന്ദവ ആചാരങ്ങളിൽ വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്ത് മുഴുകിയിരിക്കുന്ന ഭക്തരാണ്. അവർ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അവരെയൊക്കെ ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ അവിടെ ചേച്ചിയുടെ ആ ഒരു തീഷ്ണതയിൽ നിന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കുവാൻ സാധിച്ചുവെങ്കിൽ അതാണ് എന്നെയും നിങ്ങളിലെയും ക്രിസ്തു നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സുവിശേഷത്തിന്റെ ആനന്ദത്തില് 135-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, സുവിശേഷ പ്രസംഗത്തിന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീഷ്ണവും സന്തോഷകരമായ ഒരു അനുഭവമാകാൻ, ദൈവവചനവുമായുള്ള ആശ്വാസദായകമായ ഒരു അഭിമുഖീകരണമാകാൻ, നവീകരണത്തിന്റെയും വളർച്ചയുടെയും നിരന്തരമായ ഒരു ഉറവിടമാകാനായിട്ട് കഴിയുമെന്ന്. അപ്പൊ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം നമുക്ക് തരുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിലുമായുള്ള ആശ്വാസദായകമായ ഒരു അഭിമുഖീകരണം, ദൈവവചനത്തെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നവീകരണത്തിന്റെയും വളർച്ചയുടെയും നിരന്തരമായ ഒരു ഉറവിടമാക്കാനായിട്ട് ഈ സുവിശേഷ പ്രസംഗത്തിന് കഴിയും എന്ന് സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു. വീണ്ടും 136-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, സുവിശേഷ പ്രസംഗകനിലൂടെ മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണെന്നും മനുഷ്യന്റെ വാക്കുകളിൽ കൂടി അവിടുന്ന് തന്റെ ശക്തി പ്രകടമാക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില് സുവിശേഷ പ്രസംഗത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നവീകരിക്കാം. അത് പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ഇന്ന് ഈശോയുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത്. പ്രസംഗങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് മനുഷ്യന്റെ വാക്കുകളിലൂടെ തന്റെ ശക്തി പ്രകടമാക്കാനായിട്ട് ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നു. അത് സുവിശേഷ പ്രസംഗത്തിന് നമ്മളെ പ്രേരിപ്പിക്കണം. നമ്മുടെ ആത്മവിശ്വാസം അതിലൂടെ നവീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാമെന്ന് സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ആനന്ദം 150-ാമത്തെ ഖണ്ഡികയില് പറഞ്ഞു വെക്കുന്നു, ഇന്നും സാക്ഷികളെ ശ്രവിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ഇന്നും സാക്ഷികളെ ശ്രവിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്.
ക്രിസ്തു സാക്ഷികളായിട്ട് ജീവിക്കുന്ന, ക്രിസ്തുവിനെ പ്രതി ജീവിക്കുന്ന വ്യക്തികളെ കാണുന്നതും അവരുടെ വാക്കുകളെ കേൾക്കുന്നതും ഒക്കെ ഇന്ന് ജനത്തിന് വലിയ ഇഷ്ടമാണ്. അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തങ്ങൾക്ക് അറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നോക്കുക, നമ്മുടെ ജീവിതം കണ്ടു വേണം മറ്റുള്ളവര് ഈശോയെ അറിയുവാൻ. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് പറയണം. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ബാച്ചില് ഷൈനി ചേച്ചി, സാന്ത്വന കമ്മ്യൂണിറ്റിയിലെ ഡൽഹിയിലെ ഷൈനി ചേച്ചി പറഞ്ഞത്, അവര് നോർത്തില് വില്ലേജുകളിലൊക്കെ പോയി ഈശോയെ കുറിച്ച് പറയുമ്പോൾ യേശു എന്ന് പറയുമ്പോൾ യേശുവോ, അങ്ങനെ ഒരാള് ആരാണ് എന്ന് പോലും അറിയാതെ കേൾക്കാത്ത മനുഷ്യര്. അപ്പൊ അവരൊക്കെ ഇവരുടെ ജീവിതം കണ്ടുകൊണ്ട് ആ യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു താ എന്ന് പറയുന്ന അനുഭവങ്ങള് ചേച്ചി പങ്കുവെച്ചത് ഞാൻ ഈ നിമിഷത്തില് ഓർത്തു പോവുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് 151 വീണ്ടും പറയാണ്, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിന് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ മറ്റുള്ളവരിലേക്ക് സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷമാകുന്ന തിരുവചനങ്ങള് എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിൽ അത് മാംസം ധരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ പഠനങ്ങൾ അങ്ങനെയായിരുന്നു അല്ലെ? ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ശത്രുക്കളെ സ്നേഹിക്കുന്നുണ്ടോ? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞു. അതുപോലെ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ. അതുപോലെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം ഈശോയുടെ പഠനങ്ങളാണ്. ഈ ദൈവവചനങ്ങളൊക്കെ നമുക്കൊരു വെല്ലുവിളിയായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകരായി മാറുക. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല. ഈ ഒരു വിളി എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ മേന്മകളിൽ നിന്നല്ല. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ തിരുവചനം കണ്ടു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിനോട് നമ്മൾ പ്രത്യുത്തരിച്ചില്ല എങ്കിൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൈയും കാലും കണ്ണും ഹൃദയവും ഒക്കെ ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, മനുഷ്യ ഹൃദയങ്ങളിൽ ആയിരിക്കുക എന്ന മിഷൻ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജ് അല്ല. അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാലല്ലാതെ എന്നിൽ നിന്ന് പിഴുതെറിയുവാനായിട്ടാവില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. എനിക്കൊരു ദൗത്യമുണ്ട് എന്നല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരങ്ങള്, കാലുകള്, വാക്കുകള് എല്ലാം നമ്മളിലൂടെയാണ് ഇന്ന് മറ്റുള്ളവരിലേക്ക് ഈശോ പ്രഘോഷിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ എനിക്ക് എന്താണ് ലഭിക്കുക? ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും. സ്വർഗ സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മളിൽ പലരെങ്കിലും ചിന്തിക്കും മരിച്ച് അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നതാണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗ സൗഭാഗ്യം, ഈ ദൈവരാജ്യ അനുഭവം നമുക്ക് ഈ ഭൂമിയിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ അല്ല, നിങ്ങളിൽ തന്നെ എന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മൾ ആ ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ഈശോയുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഈശോയുടെ രീതിയിൽ, ഈശോയുടെ ചിന്തകളിലൊക്കെ നമ്മൾ ആയിത്തീരുമ്പോൾ ഈ സുവിശേഷ സ്വർഗ സൗഭാഗ്യം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വരാനിരിക്കുന്ന ജീവിതത്തില് നിത്യജീവനും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.
യെശയ്യായുടെ പുസ്തകത്തില് 6-ാം അധ്യായം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പേഴ്സണൽ പ്രയറിൽ ഇരുന്നപ്പോ ഈശോ എനിക്ക് വലിയൊരു പ്രചോദനം തന്നു. ആ 6-ാമത്തെ അധ്യായം എടുത്തു വായിക്കുക. അതില് യെശയ്യായുടെ ഒരു ദൗത്യം എന്നാണ് പറയുന്നത്. ചെറിയൊരു അധ്യായമാണ്, 13 വാക്യങ്ങളേ ഉള്ളൂ. യെശയ്യായുടെ ദൗത്യമാണ് അതിനകത്ത്. യെശയ്യയ്ക്ക് ഒരു ദർശനം കൊടുക്കുകയാണ്. യെശയ്യായുടെ കർത്താവ് ആ ദർശനത്തില് അരുൾ ചെയ്യുന്നത് യെശയ്യ കേൾക്കുകയാണ്. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഈശോ ഇങ്ങനെ അരുൾ ചെയ്യാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക എന്ന്. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യ മറുപടി പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം നമ്മുടെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. നമുക്കും പറയാൻ സാധിക്കണം, കർത്താവെ ഞാൻ റെഡി, എന്നെ അയച്ചാലും. നമ്മൾ അയച്ചു കഴിഞ്ഞു. മാമോദീസായിലൂടെ നമ്മൾ ആ അയക്കപ്പെട്ടത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി പ്രവർത്തിച്ചാൽ മാത്രം മതി. കാരണം ഈശോ പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അതിന് ശക്തമായ പ്രചോദനവും ശക്തമായ അഭിഷേകവും നിരന്തരം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം ഒരിക്കൽ കൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. താങ്ക് യു തോമസ് ചേട്ടാ. ഒരുപാട് തീക്ഷ്ണതയോടെയും ജ്വലിക്കുന്ന ഹൃദയത്തോടും കൂടി സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈശോയെ കണ്ടുമുട്ടിയവരെല്ലാം സുവിശേഷ പ്രഘോഷകരായി തീർന്നെന്നും നാമും ആ പാത പിന്തുടരേണ്ടവരാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചേട്ടനെ നമുക്ക് നമ്മുടെ പ്രത്യേകം പ്രാർത്ഥനകളിലെ ഓർക്കാം. അടുത്തതായി അനൗൺസ്മെന്റ്സ്. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിന്റെ 16-ാമത്തെ ബാച്ച് ജനുവരി 25 ശനിയാഴ്ച മുതൽ നടത്തപ്പെടുന്നതാണ്. അതിന്റെ ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് അവരെ കോഴ്സിൽ പങ്കെടുപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ് മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് 2025 ജനുവരി 13 മുതൽ 18 വരെ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 9645228073 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഡിസംബർ 16 മുതൽ 21 വരെ നടത്താനിരുന്ന റെസിഡൻഷ്യൽ കോഴ്സ് ചില പ്രത്യേക കാരണങ്ങളാൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഡിസംബർ 14-15 തീയതികളിൽ ഫുൾ കോഴ്സ് കൂടിയവർക്കായി മിസിയോ ഭവനിൽ വെച്ച് അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് ആലിസാൻഡി നയിക്കുന്ന 2 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. 14 രാവിലെ 9 മുതൽ 15 വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കത്തക്ക വിധത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും മിഷൻ രൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യം ഉള്ളവർ അറിയിക്കുക. അതിനുള്ള സൗകര്യം മിസിയോ ടീം ഒരുക്കുന്നതാണ്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുമെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. ഈ മാസത്തെ മിസിയോ വൈബ്സ് മലയാളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്രൂപ്പിൽ അത് ലഭിക്കുന്നതാണ്. എല്ലാവരും ദയവായി വായിക്കുക. അടുത്തതായി വൈൻഡപ്പ് സെഷനായി ആലിസ് കുട്ടി ആന്റിയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് തിരക്കില്ലല്ലേ അച്ഛാ? വിശ്വസിക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഡീന. ഒത്തിരി സന്തോഷം. ഇനിയും എനിക്കറിയാം, ഞാൻ ഒത്തിരി വൈൻഡപ്പ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും ക്ലിയർ ആയിട്ട് നമ്മള് ഇതേ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. നമ്മുടെ പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും ഒക്കെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാക്കി. തോമസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു യൂട്യൂബ് ലിങ്ക് കിട്ടിക്കഴിയുമ്പം ഇത് ഒന്നുകൂടെ കേൾക്കണം കേട്ടോ.
പറഞ്ഞാൽ ഇതിയുമ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതൊക്കെ മനസ്സിലായി, നല്ലതായിരുന്നു, ആശയം ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ളതൊന്നും അല്ലെന്നറിയാമല്ലോ. അതായത് ഈ കെറിഗ്മ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളോടെല്ലാം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് പ്രത്യേകിക്കേണ്ടതാണ്. ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈശോ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുക, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കാൻ. ശിഷ്യർ പുറപ്പെടുവിക്കുന്ന ഫലം എന്താണെന്നറിയാമോ? മറ്റ് ശിഷ്യരെ ഈശോയ്ക്ക് ധാരാളം ശിഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു നമ്മൾ ഓരോരുത്തരും നമുക്ക് അവരൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി, അതായത് ഈശോയുടെ ജീവിതം ജീവിച്ചുകൊണ്ട് ഈശോ ആയി തീർന്നിട്ട് വേണം ഈശോയുടെ പക്കലേക്ക് മറ്റുള്ളവരെ ഞാൻ കണ്ടു, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി എന്ന പറ്റില്ലേ. ഇപ്പം സുഷമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ എത്ര പേർ ഓരോരുത്തരും ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും അവരായിരിക്കുന്നിടത്തൊക്കെ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇതിലൂടെ അല്ല മാർപ്പാപ്പമാരുടെ വാക്കുകളിലൂടെ ഒക്കെ പറഞ്ഞു. അതായത് മാമോദീസ മുങ്ങി എല്ലാവരും ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കൽ ലോകം മുഴുവൻ നേടിയാലും ബാക്കി എന്തെല്ലാം ഉണ്ടായാലും ആത്മാവ് നഷ്ടപ്പെട്ടാലേ എന്ത് ഫലമെന്ന്. അപ്പൊ അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. കുറച്ച് കോഴ്സ് കൂടി നല്ല കോഴ്സായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറയാൻ വേണ്ടിയല്ല. ഇത് ആ വിശ്വാസത്തിൽ ജനിക്കാൻ എല്ലാവരെയും സഹായിക്കുകയും അങ്ങനെ എല്ലാവരും ഇപ്പൊ ഷൈനിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, നമുക്കറിയാം നമ്മുടെ ഒരുപാട് പേര് ഈശോയെപ്പറ്റി കേൾക്കുകയോ അറിയുകയോ ഒന്നും ചെയ്യാത്തവരായിട്ടുണ്ട്. നമ്മളെയൊക്കെ കർത്താവ് നമ്മളായിരിക്കുന്നിടത്തെല്ലാം പറഞ്ഞില്ലേ, നിങ്ങളെ ദൈവത്തിന്റെ ഇപ്പോൾ നമ്മളായിരിക്കുന്നിടത്ത് പാടുകൾ സ്വീകരിച്ച് പണ്ടിരിക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, യു മേ ബി ദ ഓൺലി ഗോസ്പൽ സമ്മൺ വിൽ എവർ റീഡ് എന്ന്. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ നടക്കുന്ന വഴികളിൽ, നിങ്ങൾ കണ്ടുമുട്ടുന്നിടത്ത് ഈശോയെ വായിക്കാനും കാണാനും സുവിശേഷം അറിയാനും ഏക സാധ്യത നിങ്ങളുടെ ജീവിതത്തിലാകാം. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞില്ലേ, വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാ. രക്ഷകന്റെ വിഷയത്തിൽ ജോൺ പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിശ്വാസം കിട്ടി മാമോദീസ മുങ്ങി സഭയിൽ അംഗമായിരിക്കുന്ന നമ്മള് ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയും ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷെ പറയാതിരിക്കുന്ന നമ്മള് രക്ഷപ്പെടുകയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്ന്, ഈ സുവിശേഷം നമ്മൾ അങ്ങ് ജീവിക്കുക. സുവിശേഷം ജീവിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടിയാ കഴിഞ്ഞ കാഴ്ചയിൽ നമ്മൾ പറഞ്ഞ ഒരു കൂട്ടായ്മ തുടങ്ങണം, കൂട്ടായ്മയുടെ ഭാഗമായി അവിടെ വളരുകയും വളർത്തുകയും ചെയ്യണം. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പ്രതിബദ്ധതയോടെ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് ഇതിൽ വളരാൻ പറ്റുള്ളൂ. ഇത് നമ്മളിങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിന്റെ തോതനുസരിച്ച് നമ്മുടെ ചുറ്റും പുളിമാവ് പോലെ, ഉപ്പ് പോലെ, അതാണ് ഈശോ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ, അനേകര് ഈശോയെ അറിയാൻ, സുവിശേഷം അറിയാൻ, ഇതിലേക്ക് കടന്നു വരാൻ ഒക്കെ ഇടയാകണം. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവസാനം പണ്ടൊരിക്കൽ ധീരജൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, യാത്രയെല്ലാം കഴിഞ്ഞ് അവിടെ എത്തി നോക്കിയിട്ട് അങ്ങ് എത്താറായി തിരിഞ്ഞു നോക്കിയപ്പോൾ അയ്യോ ഈ അല്ലായിരുന്നു വഴിയെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അന്ന് നമ്മൾ വിരലെ കടിച്ചിട്ട് കാര്യമില്ല. ഇന്ന് അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഇതിനുള്ള അവസരം കിട്ടിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മറ്റനേകർക്കും ഈ അവസരം കിട്ടാനും അവരോടൊക്കെ പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞാൽ നമ്മുടെ മിടുക്കല്ല, പരിശുദ്ധ എപ്പോഴും ഇവരെല്ലാം പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്, ഹോളി സ്പിരിറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഏജന്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. സുവിശേഷവൽക്കരണത്തിന്റെ മുഖ്യ പ്രവർത്തകൻ പരിശുദ്ധാത്മാവാ. പിന്നെ യെശയ്യായോട് തോമസ് പറഞ്ഞില്ലേ, ആരെനിക്കായി പോകും, ഞാൻ ആരെ അയക്കും. അപ്പം നമ്മളൊക്കെ ഉപകരണങ്ങളാ. നമ്മുടെ കഴിവുകേടോ ഒന്നും വിഷയമല്ല. പരിശുദ്ധാത്മാവിന് നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഉപയോഗിക്കും. അപ്പൊ അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ മറക്കരുതേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒന്ന്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ,
ഡിസംബറിലെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആകെ 15 പേർക്ക് അവിടെ ചാൻസ് ഉള്ളത്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കാര്യം പരീക്ഷയാ പിള്ളേർ ഇതെന്നൊക്കെ പറയും. എന്ത് പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും താല്പര്യപൂർവ്വം ഈ ഒരു കോഴ്സ് പറഞ്ഞല്ലോ, ഡീന നമ്മളോട് പറഞ്ഞു, ഇതൊരു കോഴ്സിന്റെ തുടക്കമാണ്. ശരിക്കുള്ള കോഴ്സ്, നമ്മുടെ കോഴ്സ് റിസോഴ്സ് പീപ്പിളിനെ, മറ്റുള്ളവരെ കൂടെ പരിശീലിപ്പിക്കാൻ പ്രാപ്തരായ റിസോഴ്സ് പീപ്പിളെ പരിശീലിപ്പിക്കാനുള്ള കോഴ്സാണ് ഇത്. അതിന് നമ്മളെ തയ്യാറാക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പം നമ്മളും അതുപോലെ മറ്റുള്ളവരും ഒക്കെ ഈ പ്രിലിമിനറി കോഴ്സിലും മറ്റേ കോഴ്സിലും ഒക്കെ പങ്കെടുക്കുന്നതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച്, പിന്നെ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിലൊക്കെ അവിടെയൊക്കെ സുവിശേഷമേകുന്നവരാകാം. എപ്പോഴും ഒന്ന് ആരാണ്ട് ഒരു യൂത്ത് പറയുന്നത് കേട്ടു, ഒരു സ്ട്രാപ്പ് കയ്യെ കെട്ടിയിട്ടേ അതിലെഴുതിയിരിക്കുന്ന WWJD എന്ന്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പം, വാട്ട് വുഡ് ജീസസ് ഡു? എന്റെ സ്ഥാനത്ത് ഈശോ ആയിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യരോട് ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊന്ന് ഓർത്തേക്കാൻ. ചുമ്മാ ഇമാജിനേഷൻ അല്ല. ഈശോയെ എന്നും വിശ്വകുർബാനയിൽ സ്വീകരിക്കുകയും ഈ വചനം മാംസമായ ഈശോ നമ്മോട് ലോകാവസാനം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈശോയുടെ ജീവിതം ജീവിക്കുന്ന നമ്മള് ശരിക്ക് എന്നെ കാണുന്നവർ ഈശോയെ കാണുന്നെന്ന് പറയത്തക്ക വിധത്തില് ആകേണ്ടതാണെന്ന് നമുക്ക് ഓർക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. എങ്ങനെ കർത്താവിനോട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു ദൗത്യം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതാണെന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള കൃപയും പ്രകാശവും അവസരങ്ങളും അതിനുള്ള ധൈര്യവും ഒക്കെ തരണമെന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത കോഴ്സിലേക്ക് പരമാവധി പേരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കയറ്റി അവരും ഈ ഒരു അനുഭവത്തിലേക്ക് വരട്ടെ. നിങ്ങൾക്ക് നല്ല അനുഭവമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പം ഞങ്ങൾ കണ്ടതും കേട്ടതും അവരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ഗവർണൻസിലെ പറഞ്ഞു കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതും പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പത്രോസിലെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്താലും, അടിച്ചാലും ഇടിച്ചാലും ജയിലിലിട്ടാലും കൊന്നാലും ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നമുക്കത് പറയാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അനുഭവം നമ്മുടേതാകാത്തതാണെന്നും അതുകൊണ്ട് അനുഭവത്തിൽ വളരാനും പതുക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് തുടങ്ങാനും ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ മാത്യുവച്ചൻ നമ്മോട് കൂടെയുണ്ട്. മാത്യുവച്ചൻ എമ്മാവൂസിൽ വന്ന് 10 ദിവസത്തെ കോഴ്സ് കൂടിയതാണ്. ഇപ്പോഴേ കേരളത്തിലെ ലത്തീൻ സഭ മുഴുവന്റെയും മതാധ്യാപകരുടെ മുഴുവൻ ചാർജുള്ള അച്ഛനാണ്. അവരെ എല്ലാം അവർക്ക് വേണ്ടി ഈ ഓൺലൈൻ കോഴ്സ് കൊടുക്കാനും അതുപോലെ അച്ഛൻ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വലിയ അനുഗ്രഹമാണ്, അഭിമാനമാണ്. ഒത്തിരി സന്തോഷം. ഏതായാലും ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വരുന്നതും ഒക്കെ നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ദൈവത്തിന്റെ സ്തുതി. എല്ലാവർക്കും നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഈ ദൗത്യം വളരെ വിശ്വസ്തയോടെ നിർവഹിക്കാൻ ഇടയാകട്ടെ. നല്ല കൃപയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആലിസ് കുട്ടി ആന്റി. അടുത്തതായി നമുക്ക് ക്ലോസിംഗ് മെസ്സേജും ബ്ലെസ്സിങ്സും നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ മാത്യു പുതിയ അച്ഛനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മിസിയോ ടീമിലെ അതിതീക്ഷ്ണമതികളായ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ആലിസ് ചേച്ചി, ടോമിച്ചായൻ, മറ്റ് സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും ആഗമനകാലത്തിലെ കർത്താവിനെ കാത്തിരിക്കുന്ന ഈ നാളിലെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. വേഗം നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്ന് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഹൂദര് കാത്തിരുന്നത് പോലെ ഒരു രക്ഷകനെ ഒരു വളരെ വ്യക്തമായ രീതിയിൽ പ്രകടമാകുന്ന അനുഭവത്തിൻ്റെ രീതിയിൽ അത് നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ 15ാമത് കോഴ്സ് ആരംഭിച്ച് അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഇന്ന് പുതുതായിട്ട് ചേർന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ഇത് കേൾക്കുകയും
അനുഭവിക്കുകയും ചെയ്യുന്നവരെ ആണ് തീർച്ചയായിട്ടും ഇതൊരുപാട് അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പൊ ആലിസുട്ടി ചേച്ചി പറഞ്ഞു, ഞാനൊരു 10 ദിവസം ഈ കോഴ്സ് മാവൂസിൽ നിന്ന് കൂടിയതാണ്. ഇന്നും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഇന്നും ഞാൻ ഏതൊരു വേദിയിലും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക്, എൻ്റെ ബുദ്ധിയിലേക്ക് ആദ്യമേ വന്നെത്തുന്നത് ഈ ഒരു എമ്മാവൂസ് അനുഭവം. അതെ, തീർച്ചയായിട്ടും ഒരു യേശു കൂടെ ഉണ്ടായിരുന്ന ഒരു എമ്മാവൂസ് അനുഭവം പങ്കുവയ്ക്കുവാനായിട്ടും അതുപോലെ തന്നെ അത് പ്രഘോഷിക്കുവാനായിട്ട് യാതൊരു ടെൻഷൻ എന്ന് പറയുന്നത്, പലർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വേദിയിൽ ഒരു കാര്യം പറയാനായിട്ട് ടെൻഷൻ ഉണ്ടാവും. എനിക്ക് ആ ടെൻഷനെല്ലാം മാറിപ്പോയത് ഈ ഒരു കോഴ്സിന് ശേഷമാണ്. അച്ഛനായിട്ട് 25ാമത്തെ വർഷമാണ്, എൻ്റെ ജൂബിലി വർഷമാണ്. ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത് വരെ എപ്പോഴും അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വേദിയിൽ നിന്ന് വചനം പറയാനായിട്ട് അല്ലെങ്കിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഭയങ്കര ടെൻഷനാണ്. സാധാരണ അച്ഛന്മാർക്ക് ഈ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴാണ് കൂടുതൽ ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ തിരക്കുകളും വരുന്നത് ആ ദിവസമാണ്. അപ്പോഴാണ് ആലോചിക്കുന്നത് നാളത്തെ സുവിശേഷ പ്രസംഗം പറയുന്നതിന് എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ആരൊക്കെ വരുന്നു അവരോടൊക്കെ ചിലപ്പോൾ മിക്കവാറും പേര് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാകാറുണ്ട്. അപ്പോ എന്നാൽ ഈ ഒരു കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ളവർ ആണെങ്കിൽ, അല്ലെങ്കിൽ വൈദികരാണെങ്കിലും അതുപോലെ സന്യസ്തരാണെങ്കിലും ആരാണെങ്കിലും, തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, പറയാനായിട്ട് സാധിക്കും, അങ്ങനെ ഒരിക്കലും ഒരു ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, അനുഭവിച്ചറിഞ്ഞ വിശ്വാസവും അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹവും പങ്കുവയ്ക്കുവാനായിട്ടാണ് ഓരോ സുവിശേഷ പ്രസംഗ സമയവും ഉപയോഗിക്കുക. വായിക്കാതിരിക്കരുതെന്നല്ല, മറിച്ച് വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പലപ്പോഴും എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ തലേ ദിവസമോ 9 ദിവസങ്ങളിലൊക്കെ ഇരുന്ന് വായിച്ചൊരുങ്ങുന്ന കാര്യങ്ങളല്ല മിക്കവാറും. ദൈവജനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മിക്കപ്പോഴും ആ പ്രസംഗമധ്യേ വായിച്ചതോ എഴുതി വെച്ചതോ ഒന്നും അല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് ആ നിമിഷം പറയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്റെ വളരെ വ്യക്തമായൊരു അനുഭവമാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ്. അപ്പോ ഈ ഒരു മിസിയോ ടീമിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം വളരെ തീഷ്ണതയോടെ ഓരോ പ്രാവശ്യവും തീഷ്ണത ഏറി കൂടി വരുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എൻ്റെ രൂപതകളിലും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള രൂപതകളിലേക്കും മറ്റ് മതബോധന അധ്യാപകരിലേക്കും അതുപോലെ പ്രത്യേകിച്ച് ഡയറക്ടേഴ്സിലേക്കും ഒക്കെ എത്തിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത് പോലും നമ്മുടെ ഈ മിസിയോ ടീമിൻ്റെ 7 സുവിശേഷ സത്യങ്ങളെ കുറിച്ച് പ്രഘോഷിക്കുവാൻ അതിൽ പങ്കെടുക്കാനായിട്ട് യൂട്യൂബ് ചാനലിലൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും 2025 നമ്മുടെ ജൂബിലി വർഷമാണ്. തീർച്ചയായിട്ടും കൂടുതൽ പേരെ ഈ ഒരു കോഴ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ശ്രമിക്കുമെന്ന് കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയുവാനായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം എന്താണെന്നും ആ ദൈവസ്നേഹം അനുഭവിക്കുന്നതിനുള്ള തടസ്സം എന്താണെന്നും ഈ തടസ്സം മാറാനായിട്ട് ദൈവം നമുക്ക് കുരിശിൽ രക്ഷ നൽകി എന്നുള്ളത് അനുഭവിച്ചറിയണമെന്നും അത് പങ്കുവയ്ക്കണമെന്നും പ്രഘോഷിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മുഴുവനും ശ്രവിച്ചത്. വളരെ 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 സുന്ദരമായിട്ടാണ്, എത്ര ലളിതമായിട്ടും എത്ര സുന്ദരമായിട്ടാണ് ഇന്ന് തോമസ് ബ്രദർ അതിനെക്കുറിച്ച് സ്ലൈഡ് പ്രസന്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചത്. എത്ര ബുദ്ധിയില്ലാത്തവർക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത്ര പരിചയമില്ലാത്തവർക്ക് പോലും വളരെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ ആ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, എൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ ഒരു സുവിശേഷ പ്രഘോഷണ ദൗത്യം നമുക്കെല്ലാവർക്കും ഉണ്ട്.
നമ്മൾ മാമോദീസായിലൂടെ ഈ ഒരു ദൗത്യം സ്വീകരിച്ചവരും ഏറ്റുവാങ്ങിയവരും ഒക്കെ ആണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ വളരെ അതിന് ഒരു സ്ഫുടമായിട്ടുള്ളൊരു വാക്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സുവിശേഷ വാക്യം എടുത്തുകൊണ്ടോ പറയണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. അത് പങ്കുവയ്ക്കുവാനായിട്ടാണ്. അത് തന്നെയാണ് കാറ്റഗറ്റിക്സ് അല്ലെങ്കിൽ കാറ്റഗിസം എന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനത് പല അവസരങ്ങളിലും അത് ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഒരു വൈദികനായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കഴിവും ഇല്ല എന്ന് വളരെ വളരെ വ്യക്തമായിട്ട് എനിക്ക് വളരെ ബോധ്യമുണ്ട്. പക്ഷേ എവിടെയൊക്കെ കടന്നു ചെല്ലുന്നുവോ, എവിടെയൊക്കെ നമ്മളെ വഴി നടത്തുന്നുവോ, അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് മേഘത്തൂണായും അല്ലെങ്കിൽ അഗ്നി സ്തംഭമായും എന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മളെ നയിക്കുകയാണ്, നമ്മളെ സുവിശേഷത്തിന് സാക്ഷികളാക്കി തീർക്കുകയാണ്. നമുക്ക് തീർച്ചയായും പറയുവാനായിട്ട് സാധിക്കും, നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് എന്നും അത് ദൈവത്തിന്റെ നമ്മളോടുള്ള വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ എല്ലാ കുറവുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളോട് വ്യക്തിപരമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള വളരെ വളരെ വ്യക്തമായ തെളിവാണ് നമ്മുടെ ഓരോ ജീവിത അനുഭവങ്ങളും. നമ്മളെല്ലാം എത്രയോ അപകടങ്ങളിൽ നിന്ന് ദൈവം പരിപാലിച്ചിട്ടുണ്ട്. എത്രയെല്ലാം പ്രലോഭനങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ നമ്മൾ വീണു പോകാനായിട്ട് പോയോ അവിടെയൊക്കെ ദൈവം പല വിധത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് നൽകി ദൈവം നമ്മളെ പരിപാലിച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നും എൻ്റെ രോഗങ്ങളോ വേദനകളോ ഒക്കെ ദൈവം എന്നെ സഹിക്കാൻ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാനായിട്ട് തന്നതാണ് എന്ന്. ഒരിക്കലുമല്ല. മറിച്ച് ആ സഹനങ്ങളിലൂടെ, ആ വേദനകളിലൂടെ, ആ തടസ്സങ്ങളിലൂടെ അതിനെ തരണം ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സുവിശേഷം എന്ന് പറയുന്നതും ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഏറ്റുപറയുകയും അല്ലെങ്കിൽ അതിന് സാക്ഷികളായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതാണ് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒക്കെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ മാമോദീസായിലൂടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് ഇനി ഒന്നുകൂടെ നമ്മുടെ ആ അനുഭവങ്ങളെ ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിലെ ദൈവം തരുന്ന അനുഭവങ്ങളാണ് എന്ന് ഉള്ള ബോധ്യത്തിലൂടെ അതിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വൈദിക ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പല സന്ദർഭങ്ങളിലും ഒക്കെ ഉണ്ടായി. ഞാൻ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നത്, എനിക്ക് ഇപ്പോൾ ഒന്നിനെക്കുറിച്ച് ഒരു ടെൻഷൻ എന്നുള്ളതില്ല. ഉള്ളിൽ ചിലപ്പോൾ ഉണ്ട് എങ്കിലും പലപ്പോഴും അത് ഞാൻ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇടവകയിൽ ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛനെന്താണ് ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനും മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ തീയിൽ കുരുത്തതാണ്, അപ്പൊ അതുകൊണ്ട് വെയിലത്തിന് വാടാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തീയുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഞാനിപ്പോൾ അത് തിരിച്ചറിയുന്നു, ആ തീയുടെ അനുഭവങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ തീ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു തീയുടെ അനുഭവം അത് ഭൗതികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള തീയാണ് എങ്കിലും അത് ആത്മാവ് നമുക്ക് നൽകിയ, പരിശുദ്ധാത്മാവ് നൽകിയ ഒരു തീയുടെ അനുഭവമായിട്ട് അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഏത് വലിയ തീ വന്നാലും നമുക്ക് ഭയപ്പെടാനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ 7 സുവിശേഷ സത്യങ്ങളെ കുറിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ, പഠിക്കുമ്പോൾ അത് തന്നെയാണ് യഥാർത്ഥ മതബോധനമെന്നും വിശ്വാസ പരിശീലനമെന്നും നമ്മൾ തിരിച്ചറിയും. ഇതിൽ പങ്കെടുക്കുന്ന വിശ്വാസ പരിശീലകരായിട്ടുള്ള, മതബോധന അധ്യാപകരായിട്ടുള്ള നിങ്ങൾക്ക് വലിയ 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 ഗുണമാണ്, വലിയ നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിനെല്ലാവിധ വിജയങ്ങളും നമുക്ക് നേരുകയും ഇതിലെ കൂടി നമുക്ക് മറ്റുള്ളവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നമുക്കൊരു നിമിഷം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും തിരുമുമ്പിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മിസിയോ ടീമിനെ നയിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ തീക്ഷ്ണത ഒട്ടും കുറഞ്ഞു പോകാതെ മുന്നോട്ട് പോകുവാൻ, പല പ്രതിസന്ധികളും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ ദൈവം നൽകുന്ന, ആത്മാവ് അയക്കുന്ന
തീയായിട്ട് അനുഭവിക്കുവാനും അതിലൂടെ കടന്നു പോകുവാനായിട്ടും വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളെ അങ്ങ് വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളിൽ എളിയ ഉപകരണങ്ങളായി മാറിക്കൊണ്ട് അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷകരെ ഒരുക്കുവാനായിട്ടുള്ള എളിയ ഉപകരണങ്ങളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് മാറ്റുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധമ്മ അങ്ങ് തിരുക്കുമാരനോടൊപ്പം അനുയാത്ര ചെയ്തതുപോലെ എല്ലാ തീയുടെ അനുഭവങ്ങളിലും അമ്മ കൂടെ ഉണ്ടായിരുന്നത് പോലെ അമ്മ ഞങ്ങളോടും ഒപ്പം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസുതന്റെ ജനനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ ഒരു ആഗമന കാലഘട്ടത്തിൽ കുറെ കൂടെ ഈശോയെ ഹൃദയത്തിൽ പേറുവാനായിട്ട്, ആ പേറുന്ന വിശ്വാസത്തെ, ആ സുവിശേഷത്തെ പ്രഘോഷിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടറിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജൂബിലിയുടെ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാവരുടെയും വക ഒരുമിച്ച് ആശംസിക്കുന്നു. താങ്ക് യു. ജൂബിലി ആണെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങള് വേറെ ഏതെങ്കിലും ഒരു സംവിധാനം കൂടെ ഒരുക്കിയേനെ. അതെ, തീർച്ചയായും. ഒരു കേക്ക് മുറിക്കാൻ പ്രാർത്ഥിക്കുക. ഈ ഡിസംബർ 22-ാം തീയതിയാണ് എന്റെ സമാപനം. എന്റെ ഓർഡിനേഷൻ ആനിവേഴ്സറി ഡേ അന്നാണ് 22. അപ്പൊ ഈ മാസത്തിലെ ഇതിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞതിലും വളരെ സന്തോഷം. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. അച്ഛന്റെ സാന്നിധ്യം വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. താങ്ക് യു വെരി മച്ച്. സന്ദേശത്തിന് നന്ദി. മിസിയോ ഭവനിൽ വന്നൊരു വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അച്ഛൻ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചെയ്യാം. അച്ഛൻ ഫ്രീ ഉള്ളപ്പോ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾ താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. ഈ മിസിയോ കോഴ്സ് അച്ഛനെ എത്രമാത്രം സ്വാധീനിച്ചെന്ന് അച്ഛന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും അച്ഛന്റെ നിയോഗങ്ങളെയും ശുശ്രൂഷകളെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. അടുത്തതായി സമാപന ഗാനത്തിനായി രജിത് ചേട്ടനെ ക്ഷണിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിയിടുമേ. എത്രയോ പ്രാവശ്യമൻ പ്രാണൻ പോകമായിരുന്നു, മിഴികൾ നിറഞ്ഞൊഴുകി, പാദങ്ങൾ തളർന്നു പോയി. എങ്കിലും നിന്ദയാലേ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും ദയയാലേ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം, ജീവകാലം വാഴ്ത്തിയിടുമേ.